അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സൂപ്പർ മരുന്നാണ് കേട്ടോ. ഒരു ഔഷധമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു ജ്യൂസാ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. പക്ഷേ അതൊന്നുമല്ല. നമ്മൾക്കിപ്പോൾ മഞ്ഞൊക്കെയാണ് വരാൻ പോണല്ലേ, മഞ്ഞ് വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് നല്ല ചുമയും ഈ കഫക്കെട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനൊക്കെയുള്ള ഒരു സൂപ്പർ പരിഹാരമാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു 2-3 വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ. വെളുത്തുള്ളിയില്ലേ 3 അല്ലി മതി. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. ഇത്രയൊക്കെ വലുപ്പമുള്ളൊരു ഇഞ്ചി എടുക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് ആദ്യം തന്നെ മിക്സ് ചെയ്യാം. എന്നുവെച്ചാൽ ചതച്ചെടുക്കാം, മിക്സ് ചെയ്ത് ചതച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇത് ചതച്ചെടുക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. ഒരു 7 ദിവസം ഇത് കഴിച്ചാൽ മതി. അത് ഒരു മാസത്തിൽ 7 ദിവസം കുറച്ച് അടുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. കഴിച്ച് ഉടനെ പിറ്റേ ദിവസം അറിയുമെന്നല്ല കേട്ടോ പറഞ്ഞത്. കഴിച്ച് തുടർന്ന് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ കഫമൊക്കെ ഇളകി പോണതും നമുക്ക് അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവും. അപ്പോൾ ഇതൊരു മാസത്തിലൊക്കെ അടുപ്പിച്ച് ഒരു 2-3 മാസം അടുപ്പിച്ച് ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. കാരണം വെച്ചിട്ട് 7 ദിവസം, ഒരു മാസത്തിൽ 7 ദിവസം കഴിച്ചാൽ മതി കേട്ടോ. ഇതാദ്യം തന്നെ നന്നായിട്ട് ചതച്ച് എടുക്കുക. ചതച്ചിട്ട് അപ്പോൾ അതിൻ്റെ 2 ഐറ്റം കൂടെ അത് നന്നായിട്ട് മിക്സാവും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ചായയൊക്കെ തിളപ്പിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുണ്ടാക്കണ ഒരു പാത്രത്തിൽ ഇതാദ്യം ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വെള്ളം ചേർത്ത് തിളപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട അളവ് എന്ന് പറഞ്ഞാൽ, വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 3 ഗ്ലാസ് വെള്ളമാണ്. ഞാൻ ഈ ചെറിയൊരു കപ്പിലാണ് വെള്ളം എടുത്തത്. 1 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ സാധാ 1 ഗ്ലാസിൻ്റെ അളവാണത്. ആ 1 ഗ്ലാസ് അളന്നിട്ട് 3 ഗ്ലാസ് ഒഴിച്ചിട്ട് ഇത് 1 ഗ്ലാസ്സാക്കി മാറ്റണം, വറ്റിച്ച് തിളപ്പിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ മരുന്നിൻ്റെ എല്ലാം അതിലേക്ക് ഇറങ്ങും, അതിൻ്റെ സത്തൊക്കെ. അങ്ങനെ 3 ഗ്ലാസ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് എന്നിട്ട് നമ്മളിത് ഗ്യാസ് ഓണാക്കിയിട്ട് നമ്മൾ ഇത് തിളയ്ക്കാൻ മതി. തിളക്കൽ മാത്രമല്ല കേട്ടോ, നന്നായിട്ട് എന്താ പറയുക, കളറ് തന്നെ ഒരു ചേഞ്ച് ആവും നന്നായിട്ട്. ഇതിൻ്റെ ആവി തന്നെ കൊണ്ടാൽ നമുക്ക് നമ്മുടെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവി വെറുതെ കൊണ്ടാൽ മതി. മൂക്കൊക്കെ ഇങ്ങനെ തുറന്ന് വരും. നമ്മളിത് തിളക്കണ സമയത്ത് നമ്മൾ ഈ മൂടി തുറക്കുമ്പോൾ നമ്മളൊന്ന് അടുത്ത് നിന്നാൽ തന്നെ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അത്രയ്ക്ക് നല്ല മൂക്കൊക്കെ തന്നെ തുറക്കും ഇതിൻ്റെ ആവി കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ആ ഒരു ജലദോഷത്തിൻ്റെ ടൈമിലൊക്കെ ആകുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും ഇതിൻ്റെ എഫക്റ്റ്. അങ്ങനെ ഇത് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. തിളച്ച് ഇതിൻ്റെ ഒരു പരുവാവും. അപ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം. ചെറുതായിട്ട് ചൂടൊക്കെ ഇങ്ങനെ ആറിക്കഴിയുമ്പോൾ പിന്നെയും കുറച്ച് ഐറ്റംസ് നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ. ഇത് ഇറക്കിയൊക്കെ വെച്ച് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഐറ്റംസൊക്കെ ചേർത്താൽ മതി. ആദ്യം ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടൊന്നും ചേർക്കേണ്ട, കാരണം മഞ്ഞളുടെ കുത്തടിച്ചാൽ ചിലപ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റൂല. മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ഇട്ട അളവിൽ ചേർത്താൽ മതി. അതിന് ശേഷം ചേർക്കേണ്ട 2 ഐറ്റംസും കൂടി ഉണ്ട്. അതിലൊരു ഐറ്റം നാരങ്ങയാണ്, ചെറുനാരങ്ങ. ഒരു വലിയ ചെറുനാരങ്ങ ഒന്നും എടുക്കണ്ട. ഒരെണ്ണത്തിൻ്റെ പകുതിയുടെ പകുതി ഇതേപോലെ ഭാഗം എടുത്താൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. ചെറുനാരങ്ങ ഭയങ്കര നമുക്ക് കഫക്കെട്ടിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. തേനിൽ ചെറുനാരങ്ങ ചാലിച്ചൊക്കെ കഴിച്ചാലും മാറും, കുറയും നമുക്ക്. അപ്പോൾ ചുമക്കൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇതിലും ചേർക്കുക. ഈ ഭാഗം ചേർത്താൽ മതി. കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ ചേർക്കുക. ഈ കൊറോണ കാലത്തൊക്കെ നമ്മളിത് ഒരുപാട് യൂസ് ചെയ്തിരുന്നു. അന്ന് നമുക്ക് നല്ല ജലദോഷത്തിനൊക്കെ നല്ല റിലീഫ് ഉണ്ടായിരുന്നു. അത് തന്നെ ഇപ്പോൾ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അറിയുന്നവർ ഒരുപാടുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് കാണിച്ചതാണ്. ഞാൻ 7 ദിവസം കുടിച്ചു, എനിക്ക് നല്ല റിലീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഐറ്റം കൂടി ഉണ്ട്, കുരുമുളക് പൊടിയാണ്. ഈ മഞ്ഞൾപ്പൊടി പോലെ തന്നെ ഒരു നുള്ളി ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര എരിവായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഇത് ഇത്രയും ഇട്ടാൽ മതി, കുരുമുളക് പൊടി. അത് ഇട്ട് കഴിഞ്ഞിട്ട് ചൂടാറിക്കഴിഞ്ഞിട്ട് എന്താ പറയുക, ചൂടാറിക്കഴിഞ്ഞിട്ട് കുറേശ്ശെയായിട്ട് കുടിക്കുക. ഒറ്റയടിക്ക് കുടിക്കണ്ട. നമ്മൾ ഒരു ഗ്ലാസ്സിലെടുത്ത് വെച്ച് അരിച്ച് ഒരു ഗ്ലാസ്സിലെടുത്ത് വെക്കുക. എന്നിട്ട് കുറേശ്ശെയായിട്ട് മരുന്ന് പോലെ കുടിക്കുക. ഒരുപാട് രാത്രിക്കൽക്ക് വെക്കണ്ട, പകൽ തന്നെ കുടിച്ച് തീർക്കുക. നല്ല റിലീഫ് ഉണ്ടാവും.
ഒരു 7 ദിവസം ഇത് കുടിച്ച് കഴിയുമ്പോൾ അറിയാം നമ്മുടെ കഫമൊക്കെ ഇളകി പോണത്. ഇത് സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്രദമാവട്ടെ. എനിക്ക് സൈനസൈറ്റിസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് കുടിച്ചു നോക്കിയത്. എനിക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് 7 ദിവസം കണ്ടിന്യൂ ചെയ്തത്. നിങ്ങൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നിങ്ങൾക്ക് എഫക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണ്ട. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ഈ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഫലപ്രദമായെങ്കിൽ ഇത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.